അഡ്വക്കേറ്റ് അരുൺകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. സി അരുൺകുമാർ, ഒരു വലിയ രസകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കടുവയായി വന്ന EDയെ പിടിക്കുന്ന കിടുവയായി കേരളത്തിലെ വിജിലൻസ് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ED എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത് തന്നെ PMLA കേസുകൾ, കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള കേസുകൾ പിടിക്കാനാണ്. ഇവിടെ ED ഉദ്യോഗസ്ഥർ തന്നെ വേലി തിന്നുന്ന, വിളവ് തിന്നുന്ന വേലിയായി മാറുന്നു. അവർ തന്നെ കള്ളപ്പണത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുന്നു. എങ്ങനെ കണക്കിലെടുക്കാം? ED എന്ന് പറയുന്ന സംവിധാനമാകെ ജീർണാവസ്ഥയിൽ, ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ ജീർണാവസ്ഥയിലായി മാറിയ ഒരു സംവിധാനം. ഈ ED എന്ന് പറയുന്ന സംവിധാനം എന്തിനാണ് ഇനി ഈ രാജ്യത്ത്? അതെ അതെ, ED എന്നാൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായി മാറി BJPയുടെ എന്നത് കൃത്യമായി തെളിവുകളുടെ അകമ്പടിയോടെ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ താങ്കൾ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇലക്ഷൻ കാലത്ത് അവർ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആകും, അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഇവർ ഇടനില ഡിപ്പാർട്ട്മെന്റ് ആയി മാറിയിരിക്കുകയാണ്, പണം പിടുങ്ങാനുള്ള. അതെ 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 ഇപ്പൊ വന്നിരിക്കുന്ന തെളിവുകൾ ED എന്ന ഒരു അന്വേഷണ ഏജൻസിയുടെ എല്ലാ തരത്തിലുള്ള വിശ്വാസവും തകർക്കുന്ന തരത്തിൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കൊച്ചി ഡിവിഷനിലെ നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഡിവിഷനിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടി ഇടനിലക്കാരെ വിട്ട് ഇടപെട്ടിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത്. ഏതായാലും വിജിലൻസിന് ഇത് രജിസ്റ്റർ ചെയ്യാൻ അധികാരമില്ല എന്ന രൂപത്തിലൊക്കെ തെറ്റായ കോണുകളിൽ നിന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇവിടെ 2023 ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തന്നെ ഈ കേസിൽ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഉള്ള കേസ് പ്രൊസീഡിങ്സ് ക്രൈംബ്രാഞ്ചിന്, വിജിലൻസിന്, കേരള പോലീസിന്, CBIക്ക് എല്ലാം ഇത് സെൻട്രൽ ആക്ട് തന്നെയാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ഉണ്ട്. ആ ആക്ട് പ്രകാരം ഉള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഏതായാലും ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിരവധി കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. വളരെ ഗൗരവത്തിൽ കിട്ടുന്ന പരാതി, ആ പരാതിയിൽ പ്രിലിമിനറി എൻക്വയറി പൂർത്തീകരിച്ച് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഇത് ജെനുവിൻ കംപ്ലൈന്റ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വിജിലൻസ് ഇതിൽ മുന്നോട്ട് പോയത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ഏതായാലും മുംബൈയിലെ ഒരു ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, അതിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട പണം വിദേശ അക്കൗണ്ടിലേക്ക് പോകുന്നു. അത്തരത്തിൽ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും അയച്ചു കൊടുത്ത 2ാം പ്രതിയും 3ാം പ്രതി എല്ലാം കൃത്യമായി ഇതിൽ പ്ലാൻ ചെയ്ത് 1ാം പ്രതിയുടെ ആശീർവാദത്തോടെയും ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒരു സമൻസ് അയച്ച് വിളിച്ചു വരുത്തുക ആളുകളെ, വ്യക്തികളെ, സ്ഥാപനത്തിന്റെ ഉടമകളെ, അതിനുശേഷം ആ സമൻസ് കാണിച്ച് ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, പൊതുസമൂഹത്തിൽ വാർത്ത കൊടുക്കുക, സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തും, അതോടൊപ്പം തന്നെ സെലക്ടീവ് ലീക്കേജും നടത്തും. മാധ്യമങ്ങൾക്ക് തന്നെ ഇത്തരം വാർത്ത, തെറ്റായ കള്ളവാർത്തകൾ ചോർത്തി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ശ്രീ തോമസ് ഐസക് സഖാവിനെ നേരിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ സഖാവായിട്ട് സംസാരിച്ചപ്പോ അന്ന് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സമൻസ് കിട്ടുന്നതിന് മുമ്പ് മാതൃഭൂമി ദിനപത്രമാണ് സമൻസ് പുറത്തുവിട്ടത്. പല ചാനലുകളും പത്രങ്ങളും സമൻസ് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് ശ്രീ തോമസ് ഐസക്കിന് ആ സമൻസ് കിട്ടിയത്. EDയുടെ ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് നിയമ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ തോമസ് ഐസക്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാനും മന്ത്രിമാരെയും അടക്കം ആക്ഷേപിക്കാൻ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാനുമെല്ലാം അടുത്ത കാലത്ത് നിരവധി ശ്രമം നടത്തിയപ്പോ മാധ്യമങ്ങളുടെ എല്ലാം കണ്ണിലുണ്ണിയായിരുന്നു ED. ആ EDക്കെതിരെ ഇത്ര ഗൗരവമായിട്ടുള്ള വാർത്ത വന്നിട്ടും പല ചാനലുകളും പത്രക്കാരും വേണ്ടത്ര പ്രാധാന്യത്തോടെ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും വിജിലൻസ് ഏറ്റവും ശക്തമായിട്ടുള്ള എൻക്വയറിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. ഇതിൽ വൻ ചാക്കുകൾ തന്നെയുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ഈ പണം വീതിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വെളിവായിട്ടുണ്ട്. ഇന്നിപ്പോ ചാർട്ടേഡ് അക്കൗണ്ടിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യവും മറ്റു കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിലുണ്ട്. ആരൊക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരം വരട്ടെ. ഏതായാലും വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യമാണ് EDയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. അരുൺ പറഞ്ഞൊരു കാര്യം കൂടി ചോദിച്ചു. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പലരും പറയുന്നത്, അങ്ങനെ EDക്കെതിരെ സംസ്ഥാന വിജിലൻസിന് കേസെടുക്കാൻ കഴിയുമോ, അവരെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നു. പക്ഷേ അഴിമതി നിരോധന നിയമത്തിൽ വളരെ കൃത്യമായി തന്നെ ഈ കേസുകൾ നടപടികളിലേക്ക് പോകാമെന്ന് പറയുകയുണ്ട്. പക്ഷേ അതിൻ്റെ നിയമപരമായ ആ വകുപ്പിൽ പറയുന്ന കാര്യങ്ങൾ, ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ, ഏത് ആ റാങ്കിനെ സംബന്ധിച്ചൊക്കെ പൊതുജനത്തിന് ചില സംശയങ്ങളുണ്ട്. അതിൽ കൂടി ഒന്ന് വ്യക്തവരുത്തിയാൽ നന്നായിരുന്നു. 2023 5 KHC 424 അതില് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് നവനീത് കൃഷ്ണൻ എന്നുള്ള ഒരു കേസിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവ് പറഞ്ഞത്. അതിലൊരു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് DYSPക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അത് ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും കേരള പോലീസ്, CBI ആയാലും, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം സെക്ഷൻ 17 പ്രകാരം ഒരു കംപ്ലൈന്റ് വന്നാൽ കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കാം. അത് സെൻട്രൽ ആക്ട് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സെൻട്രൽ ആക്ട് ആണ്. അത് സ്റ്റേറ്റ് ഏജൻസിയുടെ
ഉദ്യോഗസ്ഥന്മാരായാലും സെൻട്രൽ നിയമപ്രകാരമാണ് അന്വേഷണം നടത്തുക. അത് കൃത്യമായിട്ട് തന്നെ 2023 തന്നെ കേരള ഹൈക്കോടതി ഈ കേസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്ന 1-2 ജഡ്ജ്മെന്റുകളിലും ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ല. അന്വേഷണം നടത്തി ചില കേസുകളുടെ ഒരു അന്തിമ ഘട്ടത്തിൽ ഒരു സാങ്ഷൻ മേടിക്കേണ്ടി വരും ഗവൺമെന്റിന്റെ. അത് വിചാരണ തുടങ്ങാനാണ്. കേസന്വേഷണം നടത്താനോ കേസ് രജിസ്റ്റർ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനോ ഒരു തരത്തിലുള്ള ബാറുമില്ല. അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു നിയമപ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ശ്രീകുമാർ, ഒപ്പം തന്നെ ഈ വല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ ED എന്ന് പറയുന്ന സംവിധാനത്തെ കയറൂര് വിടുകയായിരുന്നു. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ അടക്കം പിടികൂടുന്നതിനായി വേട്ടപ്പട്ടിയെ പോലെ ഉപയോഗിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ, BJP. പക്ഷേ അങ്ങനെ കയറൂര് വിട്ടപ്പോൾ അവർ അറിയുന്നില്ല ഇവർ സ്വന്തമായി വിളനിലങ്ങൾ ഉണ്ടാക്കുമെന്നും സ്വന്തമായി സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണെന്നുള്ളത്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ഏത് കേസിലായാലും 2 കോടിയാണ് മിനിമം ഇവർ ആവശ്യപ്പെടുന്നത്. ഒരേ തരത്തിൽ തന്നെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു തരത്തിലും BJP കേന്ദ്ര സർക്കാർ വരെ പിടികൂടാൻ വരുന്നില്ല. കാരണം കയറൂര് വിട്ടത് ആരാണെന്നുള്ളത്, എന്തിനാണ് വിട്ടതെന്നുള്ളതും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്വന്തം സാമ്രാജ്യം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. അതെ, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഫോറിൻ മാനേജ്മെന്റ് ആക്ടിലെ വയലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിയമപരമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ED നിയമങ്ങളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പവർഫുൾ ആയിട്ടുള്ള അധികാരങ്ങൾ 2002 മുതൽ വിപുലമാക്കി കൊടുത്തത്. പക്ഷെ തെറ്റായിട്ടുള്ള പ്രവണത ചെയ്യാൻ, കള്ളത്തരം ചെയ്യാൻ, അതുപോലെ തന്നെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുത്ത് പലരെയും വെളുപ്പിച്ചെടുക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികൾ വരെ പിളർത്താൻ ആവശ്യമായിട്ടുള്ള വിവരശേഖരണം നടത്തി തെറ്റായിട്ടുള്ള അന്വേഷണം നടത്തുന്നു. വിചാരണ കൂടാതെ ജയിലിലടയ്ക്കുന്നു. പ്രോസസ് ഈസ് പണിഷ്മെന്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ED ഒരു കേസെടുത്താൽ അതിന്റെ പ്രോസസ്സാണ് യഥാർത്ഥത്തിലുള്ള പണിഷ്മെന്റ്. കൺവിക്ഷൻ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ രാജ്യത്ത് കള്ളപ്പണമായിട്ട് ED കണ്ടെത്തിയ പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിച്ചെടുക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 5444 കേസ് അവസാനത്തെ 17 കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിലും കൺവിക്ഷൻ റേറ്റ് 0.46 ആണ്. 100 കേസ് രജിസ്റ്റർ ചെയ്താൽ ഒരു കേസ് പോലും ശിക്ഷിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തെറ്റായ പ്രവണത ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രേരിപ്പിച്ചു, അതിന് ഒത്താശ ചെയ്തു, അത് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്തു, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിച്ചു. ഇപ്പോൾ ആ ഏജൻസി കൂടുതൽ കള്ളത്തരം കിട്ടിയ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് തന്നെ ഇതിൽ കൃത്യമായിട്ട് ഉത്തരവാദിത്വം പറയേണ്ട സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ നന്ദി അരുൺകുമാർ, ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.